വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. ഇന്ന് നോക്കാൻ പോകുന്ന പോയിസൺ ആൻഡ് ആൻഡോട്ട് ആണ്. സോ ബേസിക്കലി എന്താ പോയിസൺ, എന്താണ് ആൻഡോട്ട് എന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. സോ നമുക്ക് ആദ്യം ആൻഡോട്ട് എന്ന് നോക്കാം. സോ ആൻഡോട്ട് എന്ന് വെച്ചാൽ കൗണ്ടറാക്ട് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ പോയിസൺ എങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരാം? ഒന്നെങ്കിൽ നമുക്ക് ഇൻഹെയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വാ വഴി ഉള്ളിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ആവാം, അല്ലേ? സോ അതുകൊണ്ട് തന്നെ ആൻഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത പോയിസണോ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഓവർ ഡോസോ ആയ ഏതെങ്കിലും ഒരു ഡ്രഗിൻ്റെ കൗണ്ടറാക്ട് ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുക്കുകയാണ്. സോ നോർമലി ആൻറ്റിഡോട്ട് ചെയ്യുന്നത് ഒരു കെട്ട് നമ്മൾ കെട്ടിയിട്ട് നമ്മൾ അഴിക്കുന്ന രീതിയിലാണ് ആൻറ്റിഡോട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ദേ വർക്ക് ബൈ ന്യൂട്രലൈസിങ് ദ പോയിസൺ, കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു എ ലെസ് ടോക്സിക് ഫോം ഓർ ഫാർമക്കോളജിക്കലി കൗണ്ടറാക്ടിങ് ഇറ്റ്സ് എഫക്റ്റ്. ഒന്നെങ്കിൽ ആ പോയിസനെ നിർവീര്യമാക്കുക, ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിറ്റിനെ കുറയ്ക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റിനെ കൗണ്ടറാക്ട് ചെയ്യുകയോ ആയിരിക്കും നോർമലി ചെയ്യുക കേട്ടോ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആൻറ്റിഡോട്ട് പറയുവാണെങ്കിൽ ഒന്ന് കോംപ്ലക്സ് ഫോർമേഷൻ. സോ ആൻറ്റിഡോട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ പോയിസണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കെമിക്കൽ നേച്ചറിനെ മാറ്റി അതിനെ ഇനാക്റ്റീവ് ആക്കുന്ന രീതിയാണ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ പറയാം, ആൻറ്റിഡോട്ട് പോയിസൺ കെമിക്കൽ നേച്ചർ മാറ്റിക്കൊണ്ട് ഇനാക്റ്റീവ് ആക്കുന്നു. ഇനി മെറ്റബോളിക് കൺവേർഷൻ ആണ്. ആൻറ്റിഡോട്ട് കെമിക്കലി കൺവേർട്ട് ചെയ്യും പോയിസൺ എന്തായിട്ട്? നോൺ ടോക്സിക് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻറ്റിഡോട്ടിനെ കെമിക്കലി കൺവേർട്ട് ആൻറ്റിഡോട്ട് നിന്ന് കെമിക്കലി കൺവേർട്ട് ദ പോയിസൺ ഇൻ ടു നോൺ ടോക്സിക് ഫോം. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിവെൻഷൻ ഓഫ് ടോക്സിക് മെറ്റബോളൈറ്റ് ഫോർമേഷൻ ആണ്. അതായത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഒരു മെറ്റബോളിസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ മെറ്റബോളിസം ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സിന് എന്ത് ചെയ്യുന്നു? അതിനെ ടോക്സിക് ആകാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോ കെമിക്കൽ ചേഞ്ചസ് ആണ്. സോ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യുന്നു? മാറ്റിക്കളയുന്നു, അതിൻ്റെ നേച്ചറിനെയൊക്കെ മാറ്റിക്കളയുവാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് റീസ്റ്റോറേഷൻ ഓഫ് നോർമൽ ഫങ്ഷൻ. സോ നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പോയിസൺ കാരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ എഫക്റ്റുകളെ റീപെയർ ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് റിസ്റ്റോറേഷൻ ഓഫ് നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കോംപ്ലക്സേഷൻ ഫോർമേഷൻ, മെറ്റബോളിക് കൺവേർഷൻ, പ്രിവെൻഷൻ ഓഫ് ടോക്സിക് മെറ്റബോളൈറ്റ് ഫോർമേഷൻ, ഫിസിയോ കെമിക്കൽ ചേഞ്ച് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് നോർമൽ ഫങ്ഷൻ ആണ്. ഓക്കെ അല്ലേ? സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിഡോട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് കെമിക്കൽ ആൻറ്റിഡോട്ട് ആണ്. കമ്പൈൻ വിത്ത് ദ പോയിസൺ ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ നേച്ചർ. സോ കെമിക്കൽ നേച്ചർ മാറ്റുവാണ് പോയിസണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്. എക്സാമ്പിൾ സോഡിയം തയോസൾഫേറ്റ് ഫോർ സൈനൈഡ് പോയിസണിങ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് ആണ്. ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് വെച്ചാൽ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡ്യൂസ് എഫക്ട് ഓപ്പോസിറ്റ് ദ പോയിസൺ ഓർ കൗണ്ടറാക്ട് ഇറ്റ്സ് എഫക്ട് ഫിസിയോളജിക്കലി ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സോഡിയം നൈട്രൈറ്റ് ഫോർ സൈനൈഡ് പോയിസണിങ് ആണ്. സോ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആൻറ്റിഡോട്ട്സും കൂടെ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ ആൻറ്റിഡോട്ട്സ് ആണ്. പ്രിവെന്റ് പോയിസൺ അബ്സോർപ്ഷൻ ഓർ എയ്ഡഡ് ഇൻ ഇറ്റ്സ് എലിമിനേഷൻ. എന്താണ്? പോയിസന്റെ അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യുകയും അതിൻ്റെ എലിമിനേഷൻ കൂട്ടുകയും ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. മെക്കാനിക്കലി ചെയ്യുകയാണ് ചെയ്യുക. സോ ആക്ടിവേറ്റ് ചാർക്കോൾ അബ്സോർബ് ടോക്സിൻ ബിഫോർ അബ്സോർപ്ഷൻ. നമ്മളെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആക്ടിവേറ്റ് ചാർക്കോൾ എന്ത് ചെയ്യുന്നു? പോയിസനെ എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യില്ല, ഫർദർലി അത് അബ്സോർബ് ആവത്തില്ല. സോ കെമിക്കൽ ആൻറ്റിഡോട്ട്, ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്, മെക്കാനിക്കൽ ആൻറ്റിഡോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോസസ് ഓഫ് പോയിസണിങ് എന്തൊക്കെയാകാം? ഒന്നെങ്കിൽ എൻവോൺമെന്റൽ കണ്ടാമിനേഷൻ കാരണം ഹെവി മെറ്റൽസിലൊക്കെ എക്സ്പോഷർ വരികയാണെങ്കിൽ പോയിസണിങ് വരാം. ഇനി ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ വളങ്ങൾ കീടനാശിനിയൊക്കെ ഉണ്ടാവില്ല, അത് കാരണം. ഇനി ഡ്രഗ് ഒരുപാട് ഉപയോഗിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡക്ഷണൽ ഇഞ്ചക്ഷൻ ഓഫ് സെൽഫ് ഹാം, സ്വന്തമായിട്ട് തന്നെ ഹോമിസൈഡൊക്കെ ഇല്ല, സ്വന്തമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ മരിക്കണം എന്നൊക്കെ തോന്നില്ല, ആ ഒരു പരിപാടിക്ക് സ്വന്തമായി ചെയ്യുന്ന പരിപാടിയിലും പോയിസൺ കോസിങ് നടക്കാം. ഇനി ടൈപ്പ് ഓഫ് പോയിസണിങ് ആണെങ്കിൽ സൈനൈഡ് പോയിസണിങ് ഉണ്ട്, ഹെവി മെറ്റൽ പോയിസണിങ് ഉണ്ട്, ഫുഡ് പോയിസണിങ് ഉണ്ട്, വാട്ടർ പോയിസണിങ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റ് ഫോർ സൈനൈഡ് പോയിസണിങ് ആണ്. സോ ബേസിക്കലി സൈനൈഡ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഡിയം നൈട്രേറ്റോ അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്? സോഡിയം നൈട്രേറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീമോഗ്ലോബിനെ മെത്തമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ സൈനൈഡ് പോയിസണിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി സോഡിയം തയോസൾഫേറ്റ് ആണെങ്കിൽ കൺവേർട്ട് സൈനൈഡിനെ ടു നോൺ ടോക്സിക് തയോസൈനൈഡായിട്ട് മാറ്റുന്നു. സൈനൈഡിനെ നോൺ ടോക്സിക് തയോസൈനൈഡായിട്ട് മാറ്റുന്നു. അതിനുശേഷം യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം സോഡിയം നൈട്രേറ്റ് ഹീമോഗ്ലോബിനെ മെത്തമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഫർദർലി എന്തെങ്കിലും സൈനൈഡ് പോയിട്ട് ഹീമോഗ്ലോബിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യില്ല. സോ സോഡിയം തയോസൾഫേറ്റ് ആണെങ്കിൽ നോൺ ടോക്സിക് തയോസൈനൈഡായിട്ട് മാറ്റുന്നു. അങ്ങനെ യൂറിനിലൂടെ
പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇനി സോഡിയം നൈട്രേറ്റ് നോക്കാം. സോഡിയം നൈട്രേറ്റ് എന്താണ്? സയനൈഡ് പോയിസണിന് ഉപയോഗിക്കുന്നതാണ്. അത് മാത്രമല്ല വാസോ ഡൈലേറ്റർ ആണ്. ഇനി ഓരോ ഡ്രഗും അതിൻ്റെ യൂസുകളും ജസ്റ്റ് പറഞ്ഞു പോകട്ടോ. നെക്സ്റ്റ് വൺ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഓൾറെഡി പറഞ്ഞു സയനൈഡ് പോയിസൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പാരസൈറ്റിക് സ്കിൻ ഡിസീസിനും ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ആക്ടിവേറ്റ് ചാർക്കോൾ ആണ്. യൂണിവേഴ്സൽ ആൻഡോട്ട് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക ആൻഡ് ഫർദർലി എന്ത് ചെയ്യില്ല, നമ്മളെ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ നടക്കില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി ഫുഡിലുള്ള ടോക്സിൻസ് പിന്നെ ആൽക്കലോയിഡൽ പോയിസണിങ്സ് ഇല്ലേ, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. യൂണിവേഴ്സൽ നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ടൊക്കെ അബ്സോർപ്ഷൻ വേണ്ടി ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാം നടക്കില്ല കേട്ടോ. സോ ഹെവി മെറ്റൽ പോയിസണിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. സോ പിന്നെ ആക്ടിവേറ്റ് ചാർക്കോൾ നമ്മൾ വായിലൂടെ ഉള്ളിലേക്ക് എടുക്കുവാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, ഇഞ്ചക്ട് ഒന്നും നടക്കില്ല കേട്ടോ. ഇനി ഹെവി മെറ്റൽ പോയിസൺ ട്രീറ്റ്മെൻറ്റ് ആണ്. ഇനിഷ്യേറ്റ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ആക്ടിവേറ്റ് ചാർക്കോൾ ഫോളോഡ് ബൈ ചീലേറ്റിംഗ് ഏജന്റ് ലൈക്ക് കോപ്പർ സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഓർ ഓർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് ഡി പെൻസിലാമൈൻ ആൻഡ് ഡെഫ്രോക്സാമൈൻ. സോ ബേസിക്കലി ഹെവി മെറ്റൽ പോയിസണിങ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ആക്ടിവേറ്റ് ചാർക്കോൾ കൊടുക്കുക, ചീലേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഡി പെൻസിലാമൈനോ അല്ലെങ്കിൽ ഡെഫ്രോക്സാമൈനോ കൊടുക്കാം. സോ ഈ നോട്ടിൽ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ആൻഡോട്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. സോ ഇതിന് കുറേ സപ്പോർട്ടിങ് മെഷേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അവർക്ക് തളർച്ചയുണ്ടെങ്കിൽ IV കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വെന്റിലേഷൻ കൊടുക്കാം, എയർ കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് നമ്മുടെ റെഫറൻസ് നോട്ട് നിങ്ങൾ വായിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതെല്ലാം ജനറലി ഒരുപോലെയാണുള്ളത് എല്ലാത്തിനും. അപ്പോൾ നമുക്ക് സ്പെസിഫിക് കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാൽ മതി. ഇനി യൂണിവേഴ്സൽ ആൻഡോട്ട് ആണ്. ഇതിൻ്റെ റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്, പഠിക്കുക. ആക്ടിവേറ്റ് ചാർക്കോൾ 8 ഗ്രാം ആണ് പോയിസൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ടാനിക് ആസിഡ് 4 ഗ്രാം ആണ് പോയിസനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. മെഗ്നീഷ്യം ഓക്സൈഡ് 4 ഗ്രാം ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്റ്റീവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇത് നല്ലതുപോലെ കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക, നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.